കൂത്തുപറമ്പ് എം.എൽ.എ. കെ.പി. മോഹനനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധക്കാരെ തള്ളി CPM ജില്ലാ നേതൃത്വം. സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നും ഇത് അനുവദിക്കില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. ഹരീന്ദ്രൻ പറഞ്ഞു. കരിയാട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പാനൂർ നഗരസഭയാണെന്നും പി. ഹരീന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് തന്നെ വളരെയേറെ അപമാനകരമായ ഒരു സംഭവമാണ് നമ്മുടെ കരിയാട് ഉണ്ടായിട്ടുള്ളത്. ഒരു MLA വഴിയിൽ തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്യാൻ മാത്രമുള്ള എന്ത് സംഭവമാണ് ഈ കരിയാട് ഉണ്ടായിട്ടുള്ളത്? എന്ത് തോന്നിയവാസവും ഈ നാട്ടിൽ നടത്താം എന്ന് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കരിയാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തണലിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ പ്രദേശത്തെ ആളുകൾ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ കിണറിലെ കുടിവെള്ളം മലിനമാകുന്നത് ഡയാലിസിസ് സെന്ററിലെ അവിടെയുള്ള ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ശുചീകരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളിലുമെല്ലാമുള്ള അപാകത കൊണ്ടാണ് എന്നാണ് അവരുടെ ആക്ഷേപം. എന്നാൽ ഈ ആക്ഷേപം മാസങ്ങളായി ഉയർത്തപ്പെട്ടതാണെങ്കിലും ആ ആക്ഷേപത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പരിശോധനകൾ നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടുന്നത് പാനൂർ നഗരസഭ ഭരണ നേതൃത്വമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ. അതേസമയം കെ.പി. മോഹനൻ MLA-യെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് ഡയാലിസിസ് സെന്റർ സമരസമിതി പറഞ്ഞു. MLA-യോട് പരാതി പറയാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് MLA ഇടിച്ചു കയറുകയായിരുന്നു. കുടിവെള്ള പ്രശ്നമാണെന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ജനകീയ സമരസമിതി രൂപീകരിക്കാൻ തന്നെ കാരണം ഈ നമ്മൾ അതിനെല്ലാം കളക്ഷന് പോകുന്ന സമയത്ത് കാണുന്ന ഇവരൊരു ക്രൂരത. ഒരു കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 300 മീറ്റർ മാറിയിട്ട് ഇവിടുന്ന്. അതിൻ്റെ അടുക്ക് 2 പൈപ്പ് ഇട്ടിട്ട്, ഒരു പൈപ്പിൽ കൂടെ ഇവിടെ വെള്ളം എടുക്കാനും ഒരു പൈപ്പ് കൂടെ ഇവിടുത്തെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള വെള്ളം വിടാനും വേണ്ടി ചെയ്താണ്. കാടാണ്, അവിടെയാണ് ഇപ്പോൾ അംഗനവാടി ഉള്ളത്. നമ്മൾ എതിർക്കുന്നതിൻ്റെ പുറത്ത് ഒന്നര കൊല്ലം അവിടെ അംഗനവാടിയിൽ ഈ മണ്ണിൽ ഒഴുക്കി നമ്മൾ കാടിൽ ചെടിയെല്ലാം കരിഞ്ഞ കണ്ടിട്ടാണ് ഈ പ്രശ്നമാക്കുന്നതും ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതും. ഞങ്ങൾ MLA വരുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഞങ്ങളെ കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളവിടെ പോയി നിന്നത്. അദ്ദേഹം വന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൈ കൊടുക്കും, അദ്ദേഹം ഞങ്ങൾ കണ്ടോളാന്നും പറഞ്ഞ് അങ്ങ് ഉള്ളിലോട്ട് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അങ്ങോട്ട് അദ്ദേഹം അങ്ങനെ തള്ളുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിൽക്ക്, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒന്നും തള്ളു. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്നാ കയ്യേറ്റൊന്നും ചെയ്തിട്ടില്ല, സാധാരണ ഉള്ളൊരിതാന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ 10-13 കിണറിൽ നാശമായിട്ടുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഈ സംഖ്യ കൂടും. ഇപ്പം 13 കിണറ്റിൽ ബാധിച്ചു. അങ്ങനെ നമുക്കല്ലാതാണ് പേടി, നമ്മളെല്ലാം വീട്ടിലെല്ലാം വരൂലേ ഇങ്ങനെ തുടർന്ന് അങ്ങ് പോലെ. ഇവർ നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെ ഇതിനൊരു പരിഹാരം കാണണം. നമ്മളെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്തിനാന്ന് അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ കെ.പി. മോഹനൻ MLA-യെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണം ഉയർന്ന ഈ സംഭവത്തിൽ CPM-ന്റെ ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? നാട്ടുകാർ പറഞ്ഞത് അവരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായത് ഒരു കയ്യേറ്റ ശ്രമമൊന്നും നടത്തിയിട്ടില്ല, അവരവരുടെ പരാതി പറയാൻ വേണ്ടി തടിച്ചുകൂടിയതാണ് എന്നാണ്. എന്താണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്? അതിലൊരു വ്യക്തതയായോ? കെ.പി. മോഹൻ MLA കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM-ഉം LDF-ഉം ആകെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടികളിൽ ഒന്നിലാണ് ഇത്തരം CPM-ന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. ഹരീന്ദ്രനാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിൽ തന്നെ വലിയ അപമാനമാണ്, എന്ത് തോന്നിയവാസവും ചെയ്യാൻ അവർ MLA കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് CPM-ന്റെ നിലപാട്. അപ്പോൾ അത്തരം ഒരു കയ്യേറ്റം എങ്ങനെ ഉണ്ടായി എന്നതാണ് CPM ചോദിക്കുന്നത്. കെ.പി. മോഹൻ MLA-യും ഇതിൽ ബോധപൂർവമായ ചില ഇടപെടലുണ്ട് എന്ന സംശയമൊക്കെ ഇന്നലെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് MLA-യും അതോടൊപ്പം CPM-ഉം ഇക്കാര്യത്തെ കാണുന്നത്, നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിയാണ് ഇപ്പോൾ ഈ സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള നാട്ടുകാർ പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ ഈ ഡയാലിസിസ് സെന്ററിനെതിരെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തണമെന്ന ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്കുള്ള ചില ആശങ്കകൾ അവിടെ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം അത് സമീപവാസികളുടെ കിണറിലേക്കൊക്കെ വരുന്നു. അവർക്ക് കുടിവെള്ളത്തിന് തന്നെ വലിയ രൂക്ഷമായ പ്രശ്നം നേരിടുന്നു. ഈ പ്രശ്നം
കാലങ്ങളായി അവർ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയ ഘട്ടം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് MLA മുന്നിൽ അവതരിപ്പിച്ചു, നഗരസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു, വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷെ അവർക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായില്ല. ഇത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് MLA അവിടെ ഒരു പ്രാദേശിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഈ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ നിന്നത്. MLA ആദ്യം വന്നു, അതിനുശേഷം തിരിച്ചുപോയി, പിന്നീട് രണ്ടാമത് വീണ്ടും വരുന്നു. വന്നതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ആദ്യ പ്രകോപനമുണ്ടായത് MLAയുടെ ഭാഗത്താണ് എന്നതാണ് ഈ സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് ആദ്യം സ്ത്രീകളുടെ ഉൾപ്പെടെ മുന്നിലേക്ക് തള്ളിക്കൊണ്ടു വന്നത് MLA ആണ് എന്ന ആരോപണമാണ് ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറ്റെന്തെങ്കിലും ഒരു കയ്യേറ്റം അവിടെ നടന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അത് MLAക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നത്. അത് മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം അതിന് പിന്നിലില്ല എന്നതാണ് നാട്ടുകാരെന്തായാലും പറയുന്നത്. എന്തായാലും അവരുടെ വിഷയം പരിഹരിക്കേണ്ടത് തന്നെയാണ്. ആ നാട്ടിലെ ഒരു കുടിവെള്ള പ്രശ്നമാണ്. അവർക്ക് ഇപ്പോൾ 13ഓളം കുടുംബങ്ങൾക്ക് അത് ബാധിക്കുന്നുണ്ട്. കൂടുതൽ കുടുംബങ്ങളെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തെറ്റായൊരു പ്രചരണം നടക്കുന്നു എന്നതാണ് സമരസമിതിയുടെ ഭാഗത്തുള്ളവർ പറയുന്നത്. CPIM-ഉം KP മോഹൻ MLA ഒക്കെ പറയുന്നത് അത് ശരിയല്ല എന്ന ഒരു ആരോപണം. ആ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ വിഷയം പരിഹരിക്കണം എന്ന ആവശ്യം ഇപ്പോഴും അവർ ആവർത്തിക്കുകയാണ്. ഇല്ലെങ്കിൽ ശക്തമായ സമരം തുടരും. അത് അവർക്ക് സമരം ചെയ്യുക എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരമല്ല. അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അവരുടെ കുടിവെള്ള പ്രശ്നം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് തുടരും എന്ന് തന്നെയാണ് നാട്ടുകാർ. അരുൺ പൂപ്പർബ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ KP മോഹനെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPM-ന്റെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കാര്യത്തിൽ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ പരാതിയുമായി എത്തിയതാണ്, അതിനപ്പുറം കയ്യേറ്റ ശ്രമമൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ വിശദീകരിക്കുന്നത്. ഇനിയും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തുടർന്നും സമരരംഗത്ത് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി നാട്ടുകാർ നൽകുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.